ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പുരോഗതികളെ വിലയിരുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഒരു പ്രധാന ഉദ്ദേശം. കഴിഞ്ഞ ഏകദേശം ഒരു 3 വർഷത്തോളമായിട്ട് ഈ മേഖലയിൽ നടക്കുന്ന പുതിയ അപ്ഡേറ്റുകളെ കുറിച്ചൊക്കെ നിരന്തരം വീഡിയോകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം ഈ ChatGPT എന്ന് പറഞ്ഞ സംഭവം വരുന്നത് 2022 അവസാന പാദത്തിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് 2025 ഇപ്പോൾ മെയ് 1-ാം തീയതി ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്തെല്ലാം പുരോഗതികളാണ് ഈ മേഖലയിൽ വന്നിട്ടുള്ളത്. വെറും ഒരു സിമ്പിൾ ചാറ്റ് ബോട്ട്, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു, എസ്സേ കണക്കിനോ അല്ലെങ്കിൽ പാരഗ്രാഫുകളൊക്കെ ഉത്തരം തരുന്ന ഒരു ChatGPT എന്ന് മാറിയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെ കുറച്ചും കൂടെ മനസ്സിലാക്കാനും ഒരു ചുമ്മാ ഒരു ഉത്തരം തരുന്നതിന് പകരം നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് ഒരു പ്രോബ്ലം സോൾവറായിട്ട് മാറുന്ന തലത്തിലേക്കൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ AI എത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു 2.5-3 വർഷത്തിനകത്തുണ്ടായിട്ടുള്ള പ്രോഗ്രസ്സുകളെ വിലയിരുത്തുക എന്നുള്ളത് ഇനിയുള്ള കാലങ്ങളിൽ AGI എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഘട്ടമുണ്ട്. അഥവാ മനുഷ്യർ ചെയ്യുന്ന എല്ലാ ടാസ്കുകളും മനുഷ്യരെക്കാൾ വേഗത്തിലും സ്കെയിലിലൊക്കെ ചെയ്യാൻ കഴിയുന്ന AIയുടെ ഒരു ഘട്ടം. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഘട്ടമാണ് ASI എന്ന് പറഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ്, അഥവാ മനുഷ്യനെ മറികടന്ന് മനുഷ്യനെ കൺട്രോൾ ചെയ്തേക്കാം എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിലേക്കൊക്കെയുള്ള ടൈം ലൈൻ മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുരോഗതികൾ വിലയിരുത്തുന്നത് നമ്മെ സഹായിക്കും. അപ്പോൾ അത്തരമൊരു ശ്രമമാണ് ഈ വീഡിയോക്കകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ വീക്ഷണത്തിലുള്ള ഒരു അവലോകനമാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ വേറിട്ട അനുഭവങ്ങളുണ്ടാവും. ഇപ്പോഴും AI ഒന്നും ഒരു കേപ്പബിളായിട്ട് ഉള്ള വർക്കുകളൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല എന്നുള്ള നിരൂപണമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് അവരുടേതായിട്ടുള്ള റീസൺസും ഉണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ചില മേഖലകളിൽ AI സ്റ്റംബിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചലഞ്ചുകൾ നേരിടുന്നത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോക്കകത്ത് ചർച്ച ചെയ്യാം. അപ്പോൾ പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ AIയുടെ പുരോഗതി, AIക്ക് ഇന്ന് എന്തൊക്കെ കേപ്പബിൾ ആണ്, എന്തൊക്കെയല്ല, അത് നമുക്കൊരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഇന്ന് എന്തെല്ലാം ടാസ്കുകൾക്ക് വേണ്ടിയിട്ട് AI ഉപയോഗിക്കുന്നു അതിനെക്കുറിച്ച് പറയാം. ഈ AGI എന്നുള്ള ഒരു ആശയമൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ സ്കോപ്പ്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാം. ആൻഡ് ഡെഫിനറ്റ്ലി AIക്ക് ഒരുപാട് ദൂഷ്യവശങ്ങളുണ്ട്, നമ്മളത് ഒരിക്കലും പറയാതിരുന്നുകൂടാ. അപ്പോൾ അത് എന്തൊക്കെയാണ് അതിൻ്റെ റിസ്ക്കുകൾ, അതിനെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, ഈ ഒരു ഭാഗങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഇത്രയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യുന്നതൊക്കെ കുറവായിരുന്നു. പ്രധാന റീസൺ ഒരു 8-10 ദിവസം ചൈനയിലായിരുന്നു. നമ്മൾ മുൻപൊരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ട്, ഒരു ഗ്രൂപ്പായിട്ട് ചൈനയിലേക്ക് പോവുകയാണെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ആ പോക്ക് പോയി ഏകദേശം 2 ബസ് നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള ഒരു വിഷ്വൽ ഡോക്യുമെൻ്ററി ഇതിന് പിന്നാലെ വരുന്നുണ്ട്. എന്തായാലും ഫോർ ദ ടൈം ബീങ് അതായിരുന്നു ഒരു ബ്രേക്ക് വന്നത്. അപ്പോൾ നമുക്കിനി AI-യുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമായിട്ട് ചർച്ചകളൊക്കെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, എല്ലാം പറ്റിക്കൊള്ളുന്നില്ല, പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോയുടെ താഴെയൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൊക്കെ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ 2022 ChatGPT വരുന്ന കാലത്ത് നമുക്കൊരു പക്ഷേ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു കോളേജിലൊക്കെ ചേർന്നൊരു കുട്ടിയുടെ ഒരു ബുദ്ധിയൊക്കെ ഉള്ള ഒരു സംഭവമാണ് ChatGPT എന്ന് വേണമെങ്കിൽ പറയാം. അഥവാ നമുക്ക് നല്ല ഇംഗ്ലീഷിൽ ഉത്തരങ്ങൾ തരുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വെരി റിലയബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണർ എന്നുള്ള ഘട്ടത്തിലേക്ക് ChatGPT എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും പാരഗ്രാഫ് കണക്കിന് ആൻസറുകൾ തരും. പക്ഷേ നമുക്ക് ഒരുപാട് ഫയലുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കുറേ ടെക്സ്റ്റ് ബേസ്ഡ് ഡാറ്റ കൊടുക്കാൻ പറ്റും, ഇമേജ് കൊടുക്കാൻ പറ്റില്ല, PDF കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ള സംഭവമായിട്ട് ഒരു ഇൻ്റലിജൻറ്റ് ഡിവൈസാണ്, പക്ഷേ ലിമിറ്റഡ് യൂസ് കേസുകളിലാണ് ആദ്യ കാലങ്ങളിൽ വന്നത്. അപ്പോൾ അന്നൊക്കെ ഞാനെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വലിയ എസ്സേകളൊക്കെ സിംപ്ലിഫൈ ചെയ്തിട്ട് അതിനെ സമ്മറൈസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്, ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ ആയിരുന്നു ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഈ ChatGPTക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, അതൊരു പോളിമാത്താണ്. അഥവാ ഒരുപാട് സബ്ജക്റ്റുകളിൽ ഇതിന് അവഗാഹമുണ്ട്. പക്ഷേ നമ്മൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ അതിനറിയുന്നുണ്ടാവില്ല. അപ്പോൾ അന്നൊക്കെ ആൾക്കാർ ഇതിൻ്റെ വലിയൊരു ലിമിറ്റേഷൻ പറഞ്ഞിരുന്നത് ചിലപ്പോൾ നമ്മൾ വളരെ റീജിയണൽ ആയിട്ടുള്ള വിഷയങ്ങളിൽ ഇതിനോട് അഭിപ്രായം ചോദിക്കും, പക്ഷേ അതിൽ അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് ഡാറ്റയിൽ ഈ കാര്യം വന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇത് മനുഷ്യരെ പോലെ അനുഭവങ്ങളിലൂടെ അല്ലല്ലോ പഠിക്കുന്നത്, ഡാറ്റയിൽ നിന്നാണ് ഇത് പഠിക്കുന്നത്. അപ്പോൾ ഈ ഡാറ്റ എന്ന് പറയുന്ന സംഭവം ഇതിന് ലഭിച്ചിട്ടില്ലെങ്കിൽ, അതിൻ്റെ ട്രെയിനിങ് ഡാറ്റയിൽ നമ്മളെ നാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ ഇതിന് ഹാലൂസിനേഷൻ എന്നുള്ളൊരു സ്വഭാവമുണ്ട്. അഥവാ തെറ്റുത്തരങ്ങൾ വളരെ കോൺഫിഡൻസോട് കൂടി തരും. ഇതിൻ്റെ ഒരു റീസൺ ഈ ടെക്നോളജിയുടെ പിറകിലുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തിരുന്നിട്ട് ആരെങ്കിലും ഒരു ഉത്തരം തരുന്നില്ല. പകരം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്കുകൾക്കിടയിലുള്ള ബന്ധങ്ങൾ പഠിച്ച് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് ഡാറ്റ കൊടുക്കുമല്ലോ, ഡോക്യുമെൻറ്റുകളും മറ്റൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ട്രെയിനിങ് ഡാറ്റയിലുള്ള വാക്കുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം പഠിച്ച് നമ്മൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിലെ കീവേഡുകൾ മനസ്സിലാക്കിയിട്ട് അയാൾ ഇതായിരിക്കാം ഉദ്ദേശിച്ചത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരം, അങ്ങനെയാണെങ്കിൽ ഈ വാക്കുകളൊക്കെ ചേർന്ന് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു വിഷയമായിരിക്കാം ഇദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്നുള്ളതിൻ്റെ പേരിൽ നമുക്കൊരു ഉത്തരം ജനറേറ്റ് ചെയ്ത് തരികയാണ്. ജനറേറ്റീവ് AI എന്നാണ് വിളിക്കുന്നത്. അതായത് ആ ഉത്തരം മുൻപുള്ള ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഉത്തരം എടുത്ത് തരികയല്ല, പകരം സ്പോട്ടിൽ ഉത്തരം ജനറേറ്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ ഇതിൽ ഈ പോളിമാത്തിനെ നമുക്ക് എല്ലാ വിഷയത്തിലും അന്ന് റിലേ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പ്രധാന പ്രശ്നം അതിന് റിയൽ ടൈം ഡാറ്റ അവൈലബിൾ ആയിരുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ChatGPT വന്നു, പിന്നെ അതിന് ശേഷം ഗൂഗിൾ അതിൻ്റെ ബാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള
AI ഇറക്കി. ആക്ച്വലി ഗൂഗിളിൻ്റെ കയ്യിൽ ഇതിന് മുൻപേ ഈ സംഭവം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ ഫൗണ്ടേഷണൽ ടെക്നോളജി എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഗൂഗിൾ തന്നെയാണ്. പക്ഷേ അവരതിനെ ഒരു റിലയബിളായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കിയിട്ട് ഇതിനെ മാർക്കറ്റിൽ എത്തിക്കുന്നതിലേക്ക് അവർ വൈകി പോവുകയും ആ മേഖലയിൽ ഓപ്പൺ AI മുന്നോട്ട് വന്നിട്ട് അവർ ഒരുപാട് ദൂരം മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇതിനു മുൻപ് മൈക്രോസോഫ്റ്റും സിമിലർ ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ചാറ്റ് ബോട്ട് തരുന്ന ഉത്തരങ്ങൾ കുറച്ച് വിവാദങ്ങളൊക്കെ വന്ന സമയത്ത് 24 ഹവറിനകത്ത് അവർ ആ ചാറ്റ് ബോട്ടിനെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓപ്പൺ AI ശരിക്ക് 2 മാസത്തിനകം ഏകദേശം 10 കോടി യൂസേഴ്സൊക്കെ ആയിട്ട് വളരെ വൈറലായപ്പോൾ എല്ലാവരും ഈ മേഖലയിലേക്ക് കൂടുതൽ ഫോക്കസ് കൊണ്ടുവന്നു. ശരിക്ക് ആ സമയത്ത് അതിൻ്റെ കൂടെ വായിക്കേണ്ട ഒരു ഡാറ്റയുണ്ട്. ഫേസ്ബുക്കിൻ്റെ മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ പാരൻ്റ് കമ്പനിയുടെ പേര് മെറ്റ എന്ന് മാറ്റിയിട്ട് ഇനിയുള്ള കാലം മെറ്റയുടേതാണ്, മെറ്റാവേഴ്സിൻ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ മേഖലയിൽ $10 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്തു. ഒക്യുലസ് എന്നുള്ള കമ്പനി ഏറ്റെടുത്തിട്ട് VR ഹെഡ്സെറ്റുകൾ ഇറക്കുന്നു. അപ്പോൾ അതായിരിക്കും ഭാവി എന്നുള്ള ഒരു ഹൈപ്പ് ശരിക്കും ഈ 2021-22 കാലഘട്ടത്തിലുണ്ട്. പക്ഷേ പിന്നീട് ഈ ജനറേറ്റീവ് AI ആ മേഖലയിൽ ഒരുപാട് വന്ന സമയത്ത് ആ ഹൈപ്പ് മെല്ലെ ഡൈ ഔട്ട് ആവുകയും ഈ മെറ്റാവേഴ്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോയിൻസും ബിറ്റ്കോയിൻ അല്ല, ക്രിപ്റ്റോ കറൻസികളൊക്കെ ഉണ്ടായിരുന്നു. ആ ഹൈപ്പ് ഡൈ ഔട്ടായി. അപ്പോൾ ഒരുപാട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കോയിൻസൊക്കെ ഡൈ ഔട്ടായി. നമ്മുടെ നാട്ടിൽ അതിൻ്റെ പേരിൽ ഒരുപാട് കമ്പനികളൊക്കെ MLM മോഡൽ മണി ചെയിൻ മോഡലിലൊക്കെ നമ്മുടെ നാട്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മെറ്റാവേഴ്സിനെ എന്നുള്ള ടെക്നോളജിയെക്കുറിച്ച് സംസാരിച്ചിട്ട് അതിൻ്റെ പിറകിൽ ഒരു മണി ചെയിൻ ബിസിനസ്സൊക്കെ റൺ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പോകണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ വെച്ചാൽ ഈ മെറ്റാവേഴ്സ് മേഖലയിലൊക്കെ ഫേസ്ബുക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കട്ട് ഡൗൺ ചെയ്തിട്ട് അവരും ഈ ജനറേറ്റീവ് AI എന്നുള്ള സെഗ്മെൻറ്റിലേക്ക് വന്നു. അപ്പോൾ റാപ്പിഡായിട്ട് ഒരുപാട് കമ്പനികൾ ഒരുപാട് ഫണ്ട് ഈ മേഖലയിലേക്ക് ഫ്യൂൽ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളത് വളരെ പെട്ടെന്നുള്ള ഒരു റേസാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 കൊല്ലത്തിൽ AI മേഖലയിൽ കഴിഞ്ഞ 30 കൊല്ലത്തിനകത്ത് ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഫാസ്റ്റ് ഫോർവേഡ് ഇന്ന് 2025 നിൽക്കുന്ന സമയത്ത് എന്തെല്ലാം AIക്ക് കേപ്പബിൾ ആണെന്ന് നോക്കൂ. ചുമ്മാ ഒരു ചാറ്റ് ബോട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പാരഗ്രാഫ് കണക്കിന് ആൻസർ തരുന്ന ചാറ്റ് ബോട്ട് എന്നുള്ളതെന്ന് മാറിയിട്ട് ഇന്നൊരു പ്രോബ്ലം സോൾവറാണ്. ഇപ്പോൾ ഓരോരുത്തരും AIനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പല ആവശ്യങ്ങൾക്കായിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ ഒരു യൂസ് കേസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ ഇന്നിപ്പോൾ അധിക ഗൂഗിൾ മെയിലാണെങ്കിലും മറ്റുമൊക്കെ ഹെൽപ്പ് മീ റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് തന്നെ ഫീച്ചറുകളുണ്ട്. അപ്പോൾ അതിന് എക്സാക്റ്റ് ആയിട്ട് ഇന്ന് ചാറ്റ് GPT അല്ലെങ്കിൽ അത്തരം ടൂളുകൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പക്ഷേ ഇന്ന് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീപ്പ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളുണ്ട്. അപ്പോൾ ഈ ഹാലൂസിനേഷൻ്റെ പ്രശ്നം ഒരു പരിധി വരേക്കും നമുക്ക് അവിടെ മറികടക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, തെറ്റുത്തരങ്ങൾ തരുന്ന പരിപാടിയാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അത് ഒഴിവാക്കിയിട്ട് ഒരുപാട് ആർട്ടിക്കിളുകളൊക്കെ റെഫർ ചെയ്തിട്ട് നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈവൻ ചാറ്റ് GPT ഏതുവരെ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു അനലിറ്റിക്കൽ റിപ്പോർട്ടാണോ വേണ്ടത്, അക്കാഡമിക് റിപ്പോർട്ടാണോ വേണ്ടത്, അല്ലെങ്കിൽ അതിനെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ആവശ്യത്തിനുള്ളതാണോ, ഇതിൻ്റെ ഏത് ഗ്രേഡ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചോദ്യങ്ങൾ തിരിച്ച് ചോദിക്കും. അതായത് നമ്മൾ കൊടുത്ത ചോദ്യത്തെ ഒറ്റയടിക്ക് വിഴുങ്ങാതെ കൺഫേം ചെയ്യുന്നുണ്ട് നമ്മുടെ റിക്വയർമെൻറ്റുകൾ. ശരിക്കും ഇതിനെ നമുക്ക് AI അലൈൻമെൻറ്റ് എന്നൊക്കെ വിളിക്കാം. അഥവാ നമ്മുടെ ആവശ്യം എന്താണോ നമ്മൾ AIയോട് പറയുന്നത് അത് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ നീഡിനെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിന് കുറച്ച് ക്ലാരിഫയിങ് ചോദ്യങ്ങൾ ചോദിച്ച് അതിന് ശേഷമാണ് ഈ ഡീപ്പ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള വിഷയത്തിലേക്ക് പോകുന്നത്. എനിക്കത് ഭയങ്കര പ്രാക്ടിക്കലി യൂസ്ഫുള്ളായി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എന്ത് വിഷയത്തെക്കുറിച്ചും പ്രായോഗികമായിട്ടൊരു പഠനം നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരുപാട് ആർട്ടിക്കിളുകളൊക്കെ വായിച്ച് അതിന് ബേസ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻസ് വായിച്ചിട്ടാണ് നമ്മളൊരു അഭിപ്രായം മേക്ക് ചെയ്യുക. പക്ഷേ ഇന്ന് അത് ചാറ്റ് GPTക്ക് ചെയ്തു തരാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആർട്ടിക്കിളുകൾ റെഫർ ചെയ്ത് നല്ല വിശദമായിട്ട് തന്നെ നമുക്ക് ഏത് വിഷയത്തിലും നമുക്ക് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്ത് തരുമ്പോൾ മുൻപൊക്കെ ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഴ്ചകൾ എടുക്കുന്ന, ഒരുപാട് ആൾക്കാരുടെ എക്സ്പെർട്ടൈസ് എടുക്കുന്ന ഒരു വിഷയം ഇന്ന് മിനിറ്റുകൾക്കകത്ത് ചെയ്തു തരുന്നു എന്നുള്ളത് വളരെ ഫിനോമിനൽ ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആയിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു യൂസ് കേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാലൂസിനേഷൻ ഇല്ലാത്ത ഡീപ്പ് റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. പിന്നെ ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു ടോപ്പിക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിനകത്ത് ഇന്നുള്ള റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയലുകളും നമുക്ക് ഈ ഡീപ്പ് റിസർച്ച് വഴി തന്നെ എടുത്തു തരാൻ പറ്റും. പിന്നെ അതിൽ തന്നെ വേണമെങ്കിൽ വീഡിയോ സ്ക്രിപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു എഡ്യൂക്കേഷണൽ കമ്പനി റൺ ചെയ്യുന്ന വിവരം ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ നമുക്ക് കോമ്പറ്റീഷൻ അനാലിസിസ് നടത്തണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു പുതിയ വെർട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ, അപ്പോൾ അതിന് ഇനി അതല്ല നമുക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്യണമെന്നുണ്ടെങ്കിലോ ഈ ആവശ്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ എന്താ പറയുക, വളരെ റിയലിസ്റ്റിക് ടേംസിൽ ഒരു വ്യക്തിയോടെന്ന പോലെ, നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു
വ്യക്തിയോടെന്ന പോലെ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ കഴിയുന്ന തലത്തിലേക്ക് AI വളർന്നിട്ടുണ്ട്. അഥവാ ആ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റിൻ്റെ ബ്രെയിൻ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഇന്നൊരു അത്യാവശ്യം ചില വിഷയങ്ങളിലൊക്കെ, ഇപ്പോൾ ഞാൻ റിസർച്ചിൻ്റെ കാര്യത്തിലൊക്കെ ഒരു PhD ലെവൽ ഇൻ്റലിജൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AIക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാറ്റം കഴിഞ്ഞൊരു 3 കൊല്ലം കൊണ്ട് ഒരു ഹ്യൂമൻ ബീയിങ് പോലും ഇത്ര പീരീഡിനകത്ത് ഇത്രയും ഇൻ്റലിജൻസ് അച്ചീവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് നോർമലി അത് ചെയ്യാൻ ഒരു സാധ്യതയില്ല. അപ്പോൾ ഒരു പോളിമാത്ത് ലെവലിൽ ഒരുപാട് സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഇന്ന് AIയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന അതേ ChatGPT നിങ്ങൾ മറ്റ് വ്യത്യസ്തമായിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു മാറ്റം മാത്രമല്ല, ഒരുപാട് ഡോക്യുമെൻറ്റേഷൻസ് അതിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്നു, ഫയലുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നു, ഇമേജ് ജനറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫോറോ എന്ന് പറഞ്ഞിട്ടുള്ള ChatGPTയുടെ മോഡൽ ഇപ്പോൾ ഇമേജുകൾ ജനറേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ജിബ്ലി ട്രെൻഡൊക്കെ ഉണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ. പക്ഷേ ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക, പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. OpenAIയുടെ സോറ വീഡിയോകൾ ജനറേറ്റ് ചെയ്യുന്നു, നല്ല ഹൈ ക്വാളിറ്റി വീഡിയോകൾ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് ഇത് ഡീപ്പ് ഫേക്കുകൾ പോലെ അല്ലെങ്കിൽ മിസ്ഇൻഫോർമേഷൻ പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും വലിയൊരു ഭാഗം നമുക്കിതിൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജുകളുണ്ട്. ഇപ്പോൾ അക്കാഡമിക് സൈഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ ChatGPT 4 ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കുട്ടിക്ക് എന്ത് വലിയ ആശയങ്ങളും ചിത്രത്തിലൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ AIയുടെ ഒരു നല്ല കപ്പാസിറ്റിയാണ് ശരിക്ക് കോംപ്ലക്സ് ആശയത്തെ ഒരു നല്ല ചിത്രമായിട്ടൊക്കെ കാണിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ പോലെയൊക്കെ കാണിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ കഴിയുക, വളരെ വൈവിധ്യമായിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ കഴിയുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസ് ലെവൽ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലെവൽ അനുസരിച്ചിട്ടുള്ള ഇപ്പോൾ ടെക്നിക്കൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അങ്ങനെ, അതല്ലാത്ത തരത്തിലാണെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ കഴിയുക എന്നുള്ളത് ഇന്ന് AIയുടെ ഒരു വലിയ യൂസ് കേസാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ChatGPTയുടെ $200 കൊടുത്തിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ മറ്റ് ഡീപ് സീക്ക് വന്ന സമയത്ത് ഡീപ് സീക്ക് അതിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ആ പോയിന്റിൽ ഡീപ് സീക്ക് മലയാളം മറ്റുമൊക്കെ ഉപയോഗിക്കുന്നതിൽ ChatGPTയേക്കാളും നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു നെക്സ്റ്റ് അപ്ഡേറ്റ് ChatGPTയിൽ വന്ന സമയത്ത് ഡീപ് സീക്കിനേക്കാളും മുകളിൽ ChatGPTയുടെ ചില ബെഞ്ച് മാർക്കുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡെയിലി യൂസിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ChatGPT തന്നെയാണ്. ChatGPTയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോ പ്ലാൻ എടുത്തിട്ടാണ്. അപ്പോൾ ഈ പ്രോ പ്ലാനിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഒരു പ്രധാന ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതിൽ ഒരുപാട് മോഡലുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ChatGPTയുടെ O3, O4 മിനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോഡലുകളുണ്ട്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡലുകൾ. ഈ മോഡലുകളൊക്കെ ആദ്യം അവൈലബിൾ ആകുന്നത് ഇതിനകത്താണ്. ഇപ്പോൾ ChatGPT ആദ്യം വന്നത് 3.5 എന്നുള്ള ഒരു മോഡലാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറി 4O, പിന്നെ റീസണിങ് മോഡലുകൾ എന്ന് പറഞ്ഞിട്ട് O1, O3, O4 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ മോഡലുകൾ വന്നു. ബേസിക്കലി ഈ ഓരോ മോഡലുകൾക്കിടയിലും വലിയ മാറ്റങ്ങളുണ്ട്, അതിൻ്റെ യൂസ് കേസുകളിൽ വലിയ മാറ്റമുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം, ChatGPT 4.5 എന്നുള്ള മോഡലുണ്ട്. ഇത് റൈറ്റിങ്ങിന് ഒപ്റ്റിമൈസ്ഡ് ആണ്. അപ്പോൾ നമ്മളെ ചാറ്റ് ചുമ്മാ അങ്ങനെ ഒരുപാട് ലെങ്ത്ത് നീണ്ടു പോകുന്നതിന് പകരം നമുക്ക് ആൻസർ ഇൻ ചാറ്റ് അല്ലെങ്കിൽ എഡിറ്റ് ഇൻ ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റൈറ്റിങ്ങിന് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ റൈറ്റിങ്ങും നമ്മൾ ആദ്യം എഴുതിയ കണ്ടൻറ്റ് തന്നെ വീണ്ടും അത് എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ചാറ്റ് വെറുതെ നീണ്ടു പോകില്ല, ആദ്യം എഴുതിയത് തന്നെയാണ് തിരുത്തുക. അപ്പോൾ നമ്മളൊരു പേപ്പറിൽ ഇങ്ങനെ കുറേ എഴുതി കഴിഞ്ഞാൽ ആ പേപ്പറിൽ തന്നെ വെട്ടി തിരുത്തി ആ പേപ്പറിൽ തന്നെ നേരെയാക്കൂലേ, അല്ലാതെ കംപ്ലീറ്റ് ഒരു പുതിയ പേജിൽ എഴുതുന്നതിന് പകരം. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് ചാറ്റ് വിൻഡോയിൽ തന്നെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രധാന മാറ്റം ആദ്യ കാലങ്ങളിൽ ChatGPTയുടെ തുടക്കകാലങ്ങളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ വേഗത്തിൽ മറന്നു പോവുകയും ഒരു പരിധിയിൽ കൂടുതൽ നീളമുള്ള ഡിസ്കഷൻസ് ഒന്നും എൻഗേജ് ചെയ്യാൻ കഴിയാതിരിക്കുകയും ചെയ്തിരുന്ന സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് ഇന്ന് വളരെ ലെങ്തി ആയിട്ടുള്ള കോൺവെർസേഷൻസ് നടത്താൻ സാധിക്കുന്ന തരത്തിലേക്ക് നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുൻപ് പറഞ്ഞ കാര്യങ്ങൾ വരെ ഓർത്ത് വെക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ChatGPT വളർന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഇത് ഒരുപാട് ജോലികളെ ത്രട്ടൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് AI excels at കോഡിങ്. ഇപ്പോൾ ChatGPTയുടെ ഇനിയും മാർക്കറ്റിലെത്താത്ത, അതായത് കുറച്ച് ആൾക്കാർക്ക് മാത്രം റിസർച്ച് ആക്സസ് ഉള്ള O3 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോഡലുകളുണ്ട്. അപ്പോൾ ലോകത്തിലെ ബെസ്റ്റ് കോഡർമാരുടെ ലെവലിൽ കോഡ് ചെയ്യാൻ കഴിയുന്ന, അതുപോലെ വളരെ സ്ട്രക്ചേർഡ് ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക മേഖലകളെയും ബാധിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് AI വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ തന്നെ മറ്റ് 1-2 യൂസ് കേസുകളും കൂടെ ഇതിന് കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്ന് ഞാൻ ഉപയോഗിക്കാറുള്ളത്, ഇപ്പോൾ വീട്ടിൽ എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരുപാട് മരുന്നൊക്കെ ബാക്കിയുണ്ടാവും. ഒരു വട്ടം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും അത് ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ പിന്നെ എന്തിനാണ് അത് കൊണ്ടുവന്നതെന്നുള്ളത് കുറച്ച് കാലം കഴിയുമ്പോൾ ഓർമ്മയുണ്ടാവില്ല. അങ്ങനെ ഒരു കൂട്ടം മരുന്നുകളൊക്കെ ഒരുവിധം എല്ലാവരുടെയും വീട്ടിലുണ്ടാവാറുണ്ട്. ഇപ്പോൾ ഞാൻ വെരി റീസെൻ്റ് ആയിട്ട് എനിക്കിങ്ങനെ എപ്പോഴും കഴുത്ത് വേദന ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ വീട്ടിലൊരു ഓയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഓയിൻമെൻറ്റ് എനിക്ക് ഇതിന് തന്നെയാണെന്ന് കൺഫേം അല്ല. മുൻപ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിൻമെൻറ്റിൻ്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്യും, എന്നിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ യൂസുകൾ നോക്കും, അത് ഇതിനായിട്ട് മാച്ച് ചെയ്യുമോ എന്നുള്ള രീതിയിലൊക്കെ നോക്കും. നമ്മൾ പിന്നെ സ്വന്തമായിട്ട് നമ്മളൊരു തീരുമാനം എടുക്കണം. ഒരുപാട് ആർട്ടിക്കിളുകൾ വായിക്കുന്ന സമയത്ത് ഓക്കെ ഇത് രണ്ടും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടാവും എന്നുള്ള ഒരു അവലോകനം നമ്മൾ നടത്തുക.
നിർത്തുക. പക്ഷേ ഞാനൊരു വ്യത്യാസത്തിന് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയിൻമെൻറ്റിൻ്റെ പിക്ചർ അങ്ങ് എടുത്തിട്ട് നേരെ ChatGPT-യോട് ചോദിച്ചു, എനിക്കിപ്പോൾ ഇന്ന സിംറ്റംസ് ഉണ്ട്, ഇന്ന രീതിയിൽ വേദനയുണ്ട്, ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ChatGPT എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയാൻ പാടില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഫ്രീ വെർഷൻ അല്ല, അത് പെയ്ഡ് വെർഷനാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടാവാം ഇൻ്റലിജൻസിൽ. ഇനി ഇത് നിങ്ങൾ ഇതുപോലെ പരീക്ഷിച്ചിട്ട് എന്തെങ്കിലും അബദ്ധം ചെയ്യുകയും ചെയ്യരുത്. എപ്പോഴും നിങ്ങളുടെ ഒരു എന്താ പറയുക ബുദ്ധി കൂടെ ഉപയോഗിക്കുക ഈ വിഷയത്തിൽ. അല്ലാതെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ChatGPT തരുന്നതെല്ലാം റൈറ്റ് ആയിരിക്കും എന്നുള്ളതല്ല. പക്ഷേ ChatGPT എനിക്ക് പറഞ്ഞു, താങ്കൾ പറഞ്ഞ സിംറ്റംസ് അനുസരിച്ചാണെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാനത് ഉപയോഗിച്ചു, എൻ്റെ പ്രശ്നം തീരുകയും ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ അഡ്വൈസുകൾ നൽകാൻ കഴിയുന്ന തരത്തിലേക്കും ChatGPT വളർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കോഡർമാരുടെ ജോലിയോ അല്ലെങ്കിൽ അത് മാത്രമൊന്നുമല്ല, എവിടെയൊക്കെ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ജോലികൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, മനുഷ്യർ കാലങ്ങളെടുത്ത് നേടിയെടുക്കുന്ന ഒരു സാധനമാണ് ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓരോ മനുഷ്യനും ഒരു 20-30 കൊല്ലമൊക്കെ ജോലി ചെയ്താൽ അതൊരു മോട്ടാണ്. അത് അയാളുടെ എന്താ പറയുക മറ്റുള്ളവരിൽ നിന്ന് അയാളെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നൊരു സാധനമാണ്. 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റ്, ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ അത് നല്ല ഹയർ സാലറിയും ഹയർ പെഡസ്റ്റലിലും നമ്മൾ അവരെ വെക്കാറുണ്ട് പൊതുവിൽ. പക്ഷേ ആ എക്സ്പീരിയൻസ് എന്നുള്ള ആ ഒരു മോട്ടുണ്ടല്ലോ, അതിനെ ഇങ്ങ് ഇല്ലാതാക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ AI ചെയ്യുന്നത്. ഇന്ന് പുതിയ കുട്ടികൾക്ക് വരെ ഒരു വിഷയത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാനും പഠിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തിനെക്കുറിച്ചും ഒരു ഇൻ്റലിജൻ്റ് അസിസ്റ്റൻറ്റ് കൂടെ ഉണ്ടാവുന്ന പോലെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും തമാശ രൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഐൻസ്റ്റീനെ ജോലിക്ക് കിട്ടിയാൽ ചില ആൾക്കാർ ഐൻസ്റ്റീനെ കൊണ്ട് വീട്ടിലെ പാത്രം കഴുകിപ്പിക്കും, അല്ലെങ്കിൽ ഐൻസ്റ്റീനെ കൊണ്ട് വാഷ് ചെയ്യിപ്പിക്കും. പക്ഷേ ഐൻസ്റ്റീൻ ഇത് രണ്ടിലും വളരെ മോശം ജോലിയേ ചെയ്യുള്ളൂ. കാരണം ഐൻസ്റ്റീൻ അതിലല്ല ഫേമസ്. ഐൻസ്റ്റീൻ്റെ പ്രധാന എബിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ഇൻ്റലിജൻ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക സയൻസ് പഠിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഐൻസ്റ്റീനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഐൻസ്റ്റീനെ വെല്ലാൻ ചിലപ്പോൾ ആ മേഖലയിൽ ആരും ഉണ്ടാവില്ല. പല ആവശ്യങ്ങൾക്ക് വേണ്ടി AI ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ AIയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ AI ഇന്ന് വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. അപ്പോൾ ഒരുപാട് ജോലികളെ ഇത് ഡിസ്റപ്റ്റ് ചെയ്യും എന്നുള്ളത് അതിൽ സംശയമൊന്നും വേണ്ട. അതായത് നമ്മൾ ഇന്ന് പരിചയിച്ചിട്ടുള്ള ബിസിനസ് മോഡലുകളെയും തൊഴിൽ മേഖലകളെയൊക്കെ ഇത് ഡിസ്റപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇത് എങ്ങനെയായിരിക്കും ഇനിയുള്ള കാലത്ത് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ട്രെൻഡ് ഒബ്സർവ് ചെയ്യുക. ഇപ്പോൾ എല്ലാ ഇൻഡസ്ട്രിക്കും നമുക്ക് ഈ മേഖലയിൽ ഇങ്ങനെയായിരിക്കും, ഈ മേഖലയിൽ ഇങ്ങനെയായിരിക്കും എന്നുള്ളത് ചിലപ്പോൾ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഡയറക്റ്റ് റിസൾട്ടുകൾ പറയാം. അപ്പോൾ നമുക്ക് കമ്പനിയിൽ കോൾ സെൻറ്റർ ആ പറഞ്ഞ സംഭവമുണ്ട്. ഇപ്പോൾ ഒരുപാട് ടെലികോളിങ് അങ്ങനത്തെ കാര്യങ്ങളും മറ്റുമെല്ലാം വരും. ഒരുപാട് കസ്റ്റമർ ഫീഡ്ബാക്സ് മറ്റും എടുക്കാൻ അവിടെയും ഒരു കോൾ സെൻറ്റർ പോലത്തെ സംഭവമുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ഇന്ന് ഇംഗ്ലീഷിലൊക്കെ ചെയ്യുന്ന കോളുകളൊക്കെ വളരെ നന്നായിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ ഇന്ന് AI ഉപയോഗിക്കാൻ കഴിയുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട്. അതുപോലെ റിസർച്ച് ഏരിയകളിൽ നമുക്ക് AI ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചില ഫങ്ഷൻസ് നമുക്ക് വളരെ ഈസി ആയിട്ടും ബെറ്റർ ആയിട്ടും AI വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ ഫോറോ പോലത്തെ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ബ്രോഷറുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. കണ്ടൻറ്റ് എഴുതാൻ വേണ്ടി മാത്രമല്ല, ഇൻക്ലൂഡിങ് അതിൻ്റെ ഇമേജ് ജനറേറ്റ് ചെയ്യാനും ഫൈനൽ പോസ്റ്റർ ജനറേറ്റ് ചെയ്യാനും. ആദ്യമൊക്കെ AIക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് ഒരു പോസ്റ്ററിനകത്ത് ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് റൈറ്റിംഗ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ആ റൈറ്റിംഗ് ഒരിക്കലും വൃത്തിയായിട്ട് കിട്ടാറില്ല. പക്ഷേ ഇപ്പോൾ വളരെ നല്ല ക്ലിയർ ആയിട്ട് ഒരു ഇമേജിൻ്റെ മേലെ ടെക്സ്റ്റ് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ഫോറോ ഒക്കെ ChatGPT-യുടെ ഫോറോ ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ എൻ്റെ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാം. പക്ഷേ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയെക്കുറിച്ച് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ന്യൂറാലിങ്ക് ടെക്നോളജിയൊക്കെ ഇനിയും പ്രോഗ്രസ് ചെയ്ത് മനുഷ്യൻ തലയിലേക്ക് നേരെ ചിപ്പ് വെക്കുന്ന ഒരു സ്റ്റേജൊക്കെ ഉണ്ടല്ലോ, ആ സ്റ്റേജ് വരേക്കും അത് എല്ലാവരും അഡോപ്റ്റ് ചെയ്യാനൊന്നും ചാൻസ് ഇല്ല, അത് വേറെ ഭാഗമാണ്. പക്ഷേ വിദ്യാഭ്യാസത്തിന് എപ്പോഴും റോളുണ്ട്. കാരണം ടീച്ചർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അല്ലാതെ മെറ്റീരിയലിൻ്റെ ആബ്സെൻസ് കൊണ്ടല്ല ഇന്ന് ആരും പഠിക്കാത്തത്. ഒരുപാട് മെറ്റീരിയലുകൾ യൂട്യൂബിലുണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ വീണ്ടും കുറേ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ആയിട്ടല്ല നമ്മൾ നിലനിൽക്കുന്നത്. പകരം ഒരു മോട്ടിവേറ്റർ ആയിരിക്കണം. ഈ ചെയ്യുന്ന കുട്ടികളെ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മളടുത്ത് പഠിക്കുന്ന ആൾക്കാരെ അവർ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക, അവർ ആ പാത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുക, അതിന് പ്രോപ്പർ മോട്ടിവേഷൻ കൊടുക്കുക, അസസ്മെൻറ്റുകൾ നടത്തുക, സർട്ടിഫൈ ചെയ്യുക, ഇങ്ങനത്തെ കുറേ ഏരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഏരിയകളിൽ നമുക്ക് AI ഇതിനൊക്കെ ലെവറേജ് ചെയ്യാൻ പറ്റും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു ഹ്യൂമൻ കണക്ഷൻ കൊടുത്തിട്ട് ഒരു ഹ്യൂമൻസിന് മറ്റും ഹ്യൂമൻ ബീയിങ്ങിനെ മോട്ടിവേറ്റ് ചെയ്യാനും ആ ലയബിൾ ആക്കാനൊക്കെ ഇതിൽ ഒരു AIൻ്റെ ഒരു മേജർ ഷോർട്ട് കമ്മിങ് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്താ വെച്ചാൽ മേജർ ഷോർട്ട് കമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AIക്ക് ഒന്ന് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ AIക്ക് ഡേഞ്ചർ ഫീൽ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ AI അത് ഫീൽ ചെയ്യുന്നില്ല, ബട്ട് ദെൻ AI വേർഡുകളായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാണ്ട് AI അത് ഫീൽ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത്
മനുഷ്യരെ പോലെ ഇമോഷൻസ് മനസ്സിലാക്കാനുള്ളൊരു ശേഷിയിലേക്ക് AI എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെ ഏതൊക്കെ ഇൻഡസ്ട്രികളിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ കുറേ കാര്യങ്ങൾക്ക് AI ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ചില ഏരിയകളിൽ, പ്രത്യേകിച്ച് ഈ ഹ്യൂമൻ ഇൻറ്ററാക്ഷൻ വരുന്ന ഏരിയകളിൽ, ഹ്യൂമൻ വാല്യൂസ് പ്രധാനമായിട്ട് വരുന്ന ഏരിയകളിലൊക്കെ ഇനിയുള്ള കാലത്തും കുറച്ചധികം കാലം കൂടി മനുഷ്യൻ എക്സൽ ചെയ്യുന്നതാണ് വിശ്വസിക്കുന്നത്. ഇത് ഒരുപാട് ഫ്യൂച്ചറിലേക്ക് പറയല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഫ്യൂച്ചർ അത്ര പ്രെഡിക്റ്റബിൾ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ മിക്ക ടെക് എക്സ്പേർട്ടുകളും ഈ മേഖലയിലുള്ള വിദഗ്ധരൊക്കെ പറയുന്നത് ഒരു 2027-നും 2030-നും ഇടയിലുള്ള പീരീഡിൽ AGI പോലെയുള്ള കാര്യങ്ങൾ എത്തുമെന്നാണ് പറയേണ്ടത്. അതായത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ അതേ ഇൻ്റലിജൻസ് ഉള്ള അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക്. ഇപ്പോൾ ഓൾറെഡി പല മേഖലകളിലും AIക്ക് അത് കഴിയുന്നുണ്ടെങ്കിലും എല്ലാ മേഖലകളിലും അത് കഴിയുന്നില്ല. അതുപോലെ തന്നെ AI അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു AI റോബോട്ടിനോട് പറഞ്ഞു. അപ്പോൾ ക്ലീനിങ് എന്നുള്ള സംഭവം നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിൽ അറിയാം, ഫർണിച്ചറോ അല്ലെങ്കിൽ ടേബിളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്ത് പോകണം എന്നാണ് പറയുക. പക്ഷേ റോബോട്ടിനോട് ക്ലീനിങ് എന്ന് മാത്രം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വീടിനകത്തുള്ള എല്ലാം എടുത്ത് പുറത്തേക്ക് എറിയുക എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഹ്യൂമൻ വാല്യൂസുമായിട്ടോ നമ്മുടെ നീഡുമായിട്ടോ അത് ആ AI അലൈൻഡ് അല്ല. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറിന് എന്താ പറയുക, നമ്മൾ ഇവിടുന്ന് ഫാസ്റ്റായിട്ട് കൊച്ചിയിലെത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാഫിക് റൂൾസ് ഒബേ ചെയ്യണം. വഴിയിലുള്ള പെഡസ്ട്രിയൻ ക്രോസിലൂടെ പോയാൽ ചിലപ്പോൾ പെട്ടെന്ന് എത്തുന്നുണ്ടാവും, പക്ഷേ അതിലൂടെ പോയി കണ്ട് അവിടെ ആൾക്കാരെ ഇടിക്കാൻ പാടില്ല. അപ്പോൾ റോട്ടിലൂടെ തന്നെ പോകണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം, ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം, എവിടെയൊക്കെയാണോ ക്യാമറയും മറ്റുള്ള കാര്യങ്ങൾ അത് ഒബ്സർവ് ചെയ്യാൻ പറ്റണം, ട്രാഫിക് സിഗ്നൽസ് ഉള്ളത് ഒബ്സർവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെ കുറേ അലൈൻമെൻറ്റ് പ്രോബ്ലം ഉണ്ടല്ലോ. ഈ അലൈൻമെൻറ്റ് പ്രോബ്ലം ശരിക്കും അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് AI മേഖലയിൽ നിന്ന് നേരിടുന്ന വലിയ ചലഞ്ചുകളിലൊന്നാണ്. അപ്പോൾ ഇതെല്ലാം പതിയെ അഡ്രസ്ഡ് ആവുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. 2022 2025 വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് മേഖലയിൽ ഇപ്പോൾ നമ്മളെ തന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി AI തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇത്തരത്തിലുള്ള ഒരുപാട് അഡ്വാൻറ്റേജുകൾ AIക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ അനുഭവങ്ങൾ പറയുന്ന ഭാഗം വൈൻഡപ്പ് ചെയ്യട്ടെ. ഇപ്പോൾ ഞാൻ നോർമലി ചെയ്യാറുള്ളൊരു കാര്യമാണ് ആക്ട് ആസ് ഐൻസ്റ്റൈൻ എന്നോ ആക്ട് ആസ് ഇലോൺ മസ്ക് എന്നൊക്കെ AIയോട് പറയും. എന്നിട്ട് ഇപ്പോൾ ദീർഘദൂര യാത്രയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ നടത്തും. അപ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പുള്ളിയെ ഒന്ന് നേരിട്ട് കിട്ടാനുള്ള സാധ്യത വളരെ വിദൂരമായതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരുപാട് ട്രെയിനിങ് ഡാറ്റയിൽ ഒരുപാട് വിവരങ്ങളൊക്കെ AIക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇലോൺ മസ്ക് എങ്ങനെയാണോ നമ്മളോട് മറുപടി പറയുക, ആ തരത്തിൽ AIക്ക് നമ്മളോട് തിരിച്ച് മറുപടിയൊക്കെ പറയാൻ പറ്റും. മുൻപ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആക്ട് ആസ് റൂമി എന്ന് പറഞ്ഞിട്ട് റൂമിയോട് എന്താ പറയുക, ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ സങ്കല്പത്തെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മുൻപൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്ക് നമ്മളെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു നോർമൽ ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാരോടൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആശയങ്ങളൊക്കെ അധികം ആൾക്കാരുടെയും കയ്യിലുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളത് ഇന്ന ആളെ കിട്ടിയാൽ ചർച്ച ചെയ്യാമായിരുന്നു എന്ന് കരുതുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, അതൊക്കെ ഇന്ന് AIയോട് ചോദിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്ത് ഈ ഇൻ്റലിജൻസ് റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുക. എല്ലാ വലിയ കമ്പനികളും ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പുതിയ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്ഷൻ ഓഫ് ഇൻ്റലിജൻസ് ആണ് ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമാവുക എന്നുള്ളത് ഇന്നൊരു ചോയ്സ് അല്ല, എല്ലാവർക്കും അതിൻ്റെ ഭാഗമാവുക. അപ്പോൾ ഡെഫിനറ്റ്ലി പുതിയ റവന്യൂ മോഡൽസ് ഒക്കെ ഇതൊന്ന് ഉയർന്നു വരും കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ പ്രൊഡക്ടിവിറ്റിയെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് AI ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മുൻപ് ചെയ്തിരുന്ന പല മേഖലകളെയും AI കൊണ്ടുപോയാൽ പോലും ഇങ്ങനൊരു ഡാറ്റ കണ്ടു, ഇന്ത്യയിൽ 68% വൈറ്റ് കോളർ ജോലിക്കാരും AI ഏതെങ്കിലും തരത്തിൽ അവരുടെ റവന്യൂ മോഡലുകളെ ബാധിക്കും, ജോലിയെ ബാധിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പേടിക്കുന്നുണ്ട് എന്നുള്ളൊരു ഡാറ്റ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആൾമോസ്റ്റ് ഷുവറാണ്. പക്ഷേ ഇതിന്ന് നമ്മുടെ റിഡംഷൻ അല്ലെങ്കിൽ നമ്മുടെ തിരിച്ചുവരവ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇതിൻ്റെ ബെറ്റർ യൂസ് കേസുകൾ, ഇതിനോട് നമ്മൾ എത്രമാത്രം അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഈ 2025 എന്ന് പറയുന്നത് ഒരു എജൻറ്റിക് ഇറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അഥവാ AI ഏജൻറ്റുകൾ നമ്മളൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാസ്ക് കുറച്ച് ഇവിടെ തന്ന് പിന്നെ അതിൻ്റെ ആൻസർ എടുത്ത് നമ്മൾ പുറത്ത് പോയി ചെയ്യുന്ന രീതിയെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന, കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ. ഇപ്പോൾ എനിക്ക് ബോംബെക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെയിലേക്കുള്ള എൻ്റെ ബജറ്റ് അറിയാം, എൻ്റെ നീഡ് അറിയാം, അപ്പോൾ എൻ്റെ അർജൻസി അനുസരിച്ചിട്ട് അത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എൻ്റെ ടിക്കറ്റ് തിരിച്ചു തരുന്ന രീതിയിലേക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻ്റ് ഒക്കെ കൊടുത്ത് ആ കംപ്ലീറ്റ് പ്രോസസ്സ് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് ഇപ്പോൾ ChatGPTയുടെ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളൊക്കെ ഇതിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അത് ഇന്ന് അത്ര പോരാ, കുറച്ച് ശോകമാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ഫേസാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇതിനേക്കാൾ അതിന് ഇനി മോശമാവാനുണ്ടാവില്ല. ഇപ്പോൾ വാട്ടെവർ ഈ സ്റ്റേജിൽ നിന്ന് ഇതിങ്ങനെ മേലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ മാനുസ് AI എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഒരു AI ഏജൻറ്റ് വന്നു, ചൈനീസ് AI ഏജൻറ്റാണ്. പക്ഷേ അതിൽ ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇൻവൈറ്റ് ഉള്ളിയാണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് റിക്വസ്റ്റ്
റിക്വസ്റ്റ് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല, കാരണം ആക്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ദെൻ ഇനി ഇങ്ങനത്തെ AI ഏജൻറ്റുകളും ഏജൻറ്റിക് സർവീസുകളും കൂടുതൽ വരും. അപ്പോൾ നമ്മുടെ റിയൽ വേൾഡ് യൂസ് കേസുകളിലേക്കും അതുപോലെ തന്നെ ചൈനയിലൊക്കെ ഒരുപാട് AIയുടെ റിയൽ വേൾഡിലുള്ള, ഇതിപ്പോൾ നമ്മളെല്ലാം പറയുന്ന ഡിജിറ്റൽ സ്പേസിനകത്താണല്ലോ, അപ്പോൾ റിയൽ വേൾഡ് യൂസ് കേസുകളിലേക്കൊക്കെ AI കടന്നു വരികയും എല്ലാ ഭാഗത്തും ഒരു സ്മാർട്ടർ ഇൻ്റലിജൻറ്റ് ഡിസിഷൻ മേക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് AI വളരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് ലോകത്തുണ്ട്. അപ്പോൾ ഒരു ഫൈനൽ നോട്ട് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ നമ്മുടെ ബുദ്ധി കുറഞ്ഞു പോകില്ലേ, നമ്മൾ മന്ദബുദ്ധികളാവില്ലേ എന്നുള്ള ഒരു പോസിബിലിറ്റി വലിയ ഒരു സാധ്യതയാണ്. കാരണം എന്താ വെച്ചാൽ മിക്ക ജനങ്ങളും ആൾക്കാരെല്ലാവരും ഈസിനെസ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ AI നമ്മുടെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി സമയം വെറുതെ ഇരിക്കുക അല്ലെങ്കിൽ മടി പിടിക്കുന്ന ആൾക്കാരാണ് ജനറലി. നമ്മൾ മുൻപ് നടന്നു പോയി ചെയ്തിരുന്ന ഒരു കാര്യം ഇന്ന് സൈക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം സൈക്കിളിട്ട് പോകും, പിന്നെ ബൈക്കാണുള്ളതെന്നുണ്ടെങ്കിൽ ബൈക്കായിട്ട് പോകും, കുറച്ചും കൂടെ കംഫർട്ട് ആവശ്യമുള്ള ആൾക്കാർ കാറിൽ പോകും എന്നൊക്കെ പറയുന്നത് ആ നടക്കുന്നതിൻ്റെ എല്ലാ ഹെൽത്ത് ബെനിഫിറ്റും മാറിയിട്ട് നമ്മുടെ ആരോഗ്യം മാറിയിട്ടുള്ള മറ്റൊരു രീതിയിലേക്കൊക്കെ മാറുന്നുണ്ടല്ലോ. ഇപ്പോൾ കർഷകരായിട്ട് ജീവിച്ചിരുന്ന കാലത്ത് നല്ല തടിമെടുക്കും മറ്റൊക്കെ ഉണ്ടായിരുന്ന കാലത്തുനിന്ന് മാറിയിട്ട് ഇന്ന് വൈറ്റ് കോളർ ജോബുകളിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ നമുക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ഇതുപോലെ ഇൻ്റലിജൻസ് ലെവലിൽ മനുഷ്യർക്ക് ബുദ്ധി ഉപയോഗിക്കാതായാൽ അല്ലെങ്കിൽ എല്ലാ മേഖലയിലും സ്മാർട്ടർ ഡിസിഷൻസ് നമുക്ക് വേണ്ടി എടുക്കാൻ യന്ത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ എന്താ പറയുക താഴത്തേക്ക് പോകില്ലെന്ന് പറയുന്ന വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട്. വലിയൊരു ശതമാനം ആളുകൾക്കും ഇത് ഉണ്ടാകും എന്നുള്ളതാണ് ഡാറ്റ പറയുന്നത്. ഒരു പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ അത്തരം ചർച്ചകൾ കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഗവൺമെൻറ് ചിലപ്പോൾ AIയുടെയൊക്കെ യൂസേജിനെ ഈ കാരണം കൊണ്ട് ലിമിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, അത് പല ഘട്ടങ്ങളിലേക്കായിട്ട്, ഇപ്പോൾ സിഗരറ്റ് വലിക്കാൻ ഒരു പെർട്ടിക്കുലർ പ്രായം പറയുന്ന പോലെ ഒരു പ്രായം കഴിഞ്ഞിട്ട് AI ഉപയോഗിക്കാൻ പാടും എന്നുള്ള രീതിയിലൊക്കെയുള്ള സജഷൻസ് വന്നേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർ മേഖലയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് വന്നേക്കാം. ഇനി അതല്ല, ഇങ്ങനത്തെ പ്രോബ്ലംസിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻ്റലിജൻസ് ലെവൽ ടെസ്റ്റ് ചെയ്യാനും അതിൻ്റെ പരീക്ഷണത്തിന് വിധേയമാക്കാനും അതിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഇപ്പോൾ ജിമ്മ് പോലത്തെ ഇൻ്റലിജൻസ് ജിമ്മുകളൊക്കെ ഭാവിയിൽ വന്നേക്കാട്ടോ. അതൊക്കെ ഒരു പോസിബിലിറ്റിയാണ്. അതായത് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ ഭയങ്കര പ്രോബ്ലം സോൾവറാണ്, ക്രിയേറ്റീവ് തിങ്കറാണ്. അല്ലാതെ ഏറ്റവും ശക്തിയുള്ള മൃഗമായതുകൊണ്ടോ അല്ല ഒരു കാലത്ത് മനുഷ്യർ സർവൈവ് ചെയ്തിട്ടുള്ളത്. നമ്മളെക്കാൾ ശക്തിയുള്ള ഒരുപാട് മൃഗങ്ങളെ ഇന്നും ലോകത്തുണ്ട്. അവരെയൊക്കെ അടക്കി മനുഷ്യർ വാഴുന്നതിൻ്റെ ഒരു കാരണം മനുഷ്യർക്ക് അതിനേക്കാൾ ഇൻ്റലിജൻസ് ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ സഹകരിച്ച് വർക്ക് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാവിയിൽ എങ്ങനെയായിരിക്കും മെഷീൻ ഇൻ്റലിജൻസ് ഇനിയും വളരുക, അവർ തമ്മിൽ കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമോ, മനുഷ്യരാശിയെ ഇല്ലാണ്ടാക്കുമോ എന്നൊക്കെ ഉള്ളത് ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ ഒരു ഭാഗത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെൻറ്റ്, എല്ലാ ഇൻക്ലൂസീവ് ഗ്രോത്ത് കൊണ്ടുവരാനൊക്കെ AIക്ക് ഇന്ന് സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇൻ്റലിജൻസിൻ്റെ കോസ്റ്റ് താഴേക്ക് വരുന്ന സമയത്ത് ഏതൊരു സാധാരണക്കാരനും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അയാൾ ലോകത്ത് ഇന്ന ഭാഗത്തായാൽ മാത്രം ലഭിക്കുമായിരുന്ന വിദ്യാഭ്യാസം അയാൾക്ക് എവിടെയായാലും കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് അതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. പക്ഷേ വലിയൊരു ശതമാനം ആൾക്കാരും വളരെ ഡിസ്ട്രാക്റ്റഡ് ആണ്. അവർക്ക് എൻ്റർടൈൻമെൻറ്റ് മതി, ചീപ്പായിട്ടുള്ള ഓപ്ഷൻസ് മതി, അവർ ആ രീതിയിലേക്ക് പോകും. അപ്പോൾ AI കാരണം ഇൻ്റലിജൻസ് കുറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു ശതമാനം ആൾക്കാരും കുറയാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നല്ലൊരു ശതമാനം ആളുകൾ ഇതിനെയൊക്കെ ഉപയോഗിച്ചിട്ട് പുതിയ വരുമാന സാധ്യതകൾ കാണും, അതുമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് ഒരുപാട് ബെറ്റർ പോസിബിലിറ്റികൾ ഉണ്ടാക്കും. ഇപ്പോൾ ഈ ഒരു അടുത്ത കാലത്ത് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് AI വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് യുവാക്കൾക്ക്, ടീനേജേഴ്സിനൊക്കെ എന്താ പറയുക, പുതിയ വരുമാന സാധ്യതകൾ AI കാരണം കിട്ടിയിട്ടുണ്ട്. കാരണം അവരിതൊക്കെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നിങ്ങളും ഈ മേഖല ഇങ്ങനെ അഡാപ്റ്റ് ചെയ്ത് റെഗുലറായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ഇൻഡസ്ട്രികളിൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള യൂസ് കേസുകൾ AIയുടെ കാര്യത്തിൽ നിങ്ങൾ കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലെ കാര്യങ്ങൾ എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നുണ്ടാവും. അതേപോലെ നിങ്ങളുടെ ഇൻഡസ്ട്രിയിലുള്ള യൂസ് കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് AI എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു മാറ്റത്തിൻ്റെ പങ്കാളികളാവുക, ഇത് മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്കിന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇറഗുലറായിട്ട് ഈ മേഖലയിൽ നമുക്ക് കുറച്ച് ഡിസ്കഷൻസ് ഒക്കെ ആവാം. അപ്പോൾ ഈ മേഖലയിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഈ മേഖലയിൽ വരുന്ന ഒരു റെഗുലർ അപ്ഡേറ്റുകൾ, ജസ്റ്റ് ലൈക്ക് AI മേഖലയിൽ എന്തൊക്കെ സംഭവിച്ചു, എന്താണ് പുതിയ AI ടൂളുകൾ, ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ഏതാണ് ഉപയോഗിക്കാൻ പറ്റുക. ഞാൻ ChatGPT മാത്രമല്ല ഉപയോഗിക്കാറുള്ളത്, ഗ്രോക്ക് ഉപയോഗിക്കാറുണ്ട്, ജെമിനി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ മേഖലയിൽ നടക്കുന്ന പുതിയ ചർച്ചകളൊക്കെ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരം കാര്യങ്ങൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഇഡാപ്റ്റ് IIT മദ്രാസുമായി ചേർന്നിട്ട് ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. IIT മദ്രാസാണ് സർട്ടിഫൈ ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക്, പ്രൊഫഷണൽസിനൊക്കെയാണ് കൂടുതൽ വർക്കാവുക, അതുപോലെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒക്കെ ആയിരിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് ആ പ്രോഗ്രാം ഓപ്റ്റ് ചെയ്യാൻ പറ്റും. AIയും ഓട്ടോമേഷനും പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ബെറ്റർ ആൻസർ ഉണ്ടാക്കുന്നതിൻ്റെ വഴികളൊക്കെ ചർച്ച ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും മറ്റു ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കൂ.